ഹലോ ഓൾ, സെഷൻ 1 കഴിഞ്ഞു. എല്ലാവരും സെഷൻ 2നും അഡ്വാൻസ്ഡ് എക്സാമിനും വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ എക്സ്പെക്റ്റഡ് പെർസെൻറ്റേജിലും മറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആക്ച്വൽ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്കോർ വേഴ്സസ് പെർസെൻറ്റേജിൽ എത്രയാണ് നമുക്ക് നോക്കാം. ഇതിന് മെയിൻലി രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും, അതായത് ഒരു ഫിക്സഡ് നമ്പർ അല്ല 99% വേണ്ടത്. അത് ഓരോ ഷിഫ്റ്റിനനുസരിച്ച് മാറും എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന എക്സാം അത് ഡിഫിക്കൽട്ട് ആവട്ടെ ഈസി ആവട്ടെ, അതിനനുസരിച്ച് എല്ലാ കുട്ടികളുടെയും മാർക്ക് കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതുന്ന ഷിഫ്റ്റ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോ പെർസെൻറ്റേജിലും വേണ്ട റിക്വയർഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെഷൻ 2ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും പാറ്റേൺ ഒക്കെ സിമിലർ ആയിരിക്കും. വലിയ വ്യത്യാസങ്ങളൊന്നും ഡിഫിക്കൽട്ടി ലെവലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരാൻ പോകുന്ന ഷിഫ്റ്റിലും എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ JEE മെയിൻ 2025 സെഷൻ 1 ടോട്ടൽ രജിസ്റ്റേർഡ് 13,11,544 കുട്ടികളാണ്. അതിൽ എക്സാം എഴുതാൻ വന്നത് ടോട്ടൽ അപ്പിയർ ചെയ്ത കുട്ടികൾ 12,58,136 നിയർലി 96% കുട്ടികളും എക്സാം ഹാളിൽ എത്തിയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ ഓൾറെഡി അവർ കൊടുത്ത ഡാറ്റയാണ്. ഇനി ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99%ലേക്ക് എത്താൻ വേണ്ട സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7ാമത്തെ ഷിഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 28 ജനുവരി രാവിലെ നടന്ന എക്സാമാണ് ഏറ്റവും ടഫായിട്ട് വന്നത്. അതിൽ 99% വാങ്ങാൻ വേണ്ടത് 148 മാർക്കാണ്. അതുപോലെ ഫസ്റ്റ് എക്സാം അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എക്സാം ആക്ച്വലി എല്ലാവരും ഈസി ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് എക്സാം നമ്മുടെ 99%ന് വേണ്ട ഒരു കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അത്ര തന്നെ എളുപ്പമല്ല. ഡിഫിക്കൽട്ടി ലെവലിൽ രണ്ടാമതായിട്ടാണ് എത്തിയിട്ടുള്ളത്. 22 ജനുവരി മോർണിംഗിൽ നടന്ന എക്സാമിന് 158 മാർക്കാണ് അതിൽ എന്തിനു വേണ്ടി വന്നത്, 99% കിട്ടാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ അടുത്തത് 8ാമത്തെ ഷിഫ്റ്റാണ് 171 വേണ്ടി വന്നു. 9ാമത്തെ ഷിഫ്റ്റിൽ 174 വേണ്ടി വന്നു. അതുപോലെ 10th ഷിഫ്റ്റ് ലാസ്റ്റ് എക്സാമിൽ 176 വേണ്ടി വന്നു. പിന്നെ എല്ലാം നിങ്ങൾ ഏകദേശം അടുത്തടുത്താണ്. 178 181 ആണ് ഷിഫ്റ്റ്. രണ്ടാമത്തെ എക്സാമിൽ 186 വേണ്ടി വന്നു. 4ാമത്തെ എക്സാമിൽ 187 ആൻഡ് 6ാമത്തെ പേപ്പർ 24th ഈവനിങ് നടന്നതാണ്. ഈ ഒരു ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പേപ്പർ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും. 200 മാർക്കാണ് 99%ൽ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തവണ നമ്മൾ ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ 148 മുതൽ 200 വരെയാണ് എന്ത് മാറിയിട്ടുള്ളത്, 99%ലേക്ക് എത്താനുള്ള മാർക്കിന്റെ വേരിയേഷൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ പോലത്തെ വലിയ ചാട്ടങ്ങളൊന്നും ഈ വർഷം ഉണ്ടായിട്ടില്ല. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള പേപ്പറാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഇതിന്റെ ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 175 ആണ് കിട്ടുക. അപ്പൊ ഈ വർഷത്തെ സെഷൻ 1 99% മാർക്ക് കിട്ടാനുള്ള ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 175 ആണ്. ഇവിടെ 171 മുതൽ 186 187 വരെ, ഇതൊക്കെ ഏകദേശം ഒരു 15 മാർക്കിന്റെ ഗ്യാപ്പിലാണ് മെജോറിറ്റി ഓഫ് ദി എക്സാമുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നടന്ന എക്സാമിന് ഞാൻ പറഞ്ഞ പോലെ 158 വേണ്ടി വന്നു, പിന്നെ 186, പിന്നെ 178 187 181. അത് കഴിഞ്ഞ് 24 S2ലാണ് 200 റിക്വയർഡ് ആയിട്ടുള്ളത്. ആൻഡ് 148 മാത്രം മതി 28 S1 99% കിട്ടാൻ. അതിനർത്ഥം ഇത് പോയി എഴുതിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കരുത്. പകരം ഇത് ടഫ് എക്സാം ആയതുകൊണ്ടാണ്. മനസ്സിലായോ? നേരെ മറിച്ച് 24 S2 എഴുതിയ കുട്ടികൾ വിചാരിക്കുന്നതാവും എനിക്ക് 190 കിട്ടി എന്നിട്ടും 99% എത്താൻ പറ്റിയില്ല. അത് ഈസിയർ എക്സാം ആണ്. അതിൽ നമ്മൾ 200 വാങ്ങിയാലേ 99% എത്തൂ. ആ ഒരു ഡിഫറൻസ് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്ലനേഷന്റെ ഉദ്ദേശം. അപ്പോൾ ഓരോ ഷിഫ്റ്റിലും സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് എക്സാം ടു ദി 10th എക്സാം ഓരോ എക്സാമിലും 99% ക്രോസ് ചെയ്യാൻ നിങ്ങൾ സ്കോർ ചെയ്യേണ്ടിയിരുന്ന മാർക്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് സെഷൻ 2ലേക്ക് പോകുമ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ ആരെങ്കിലും 99% ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ സ്കോർ ചെയ്യേണ്ട മാർക്ക് ഇതാണ്. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനുവരിയേക്കാളും എപ്പോഴും ഒരു 5-6 മാർക്ക് കൂടുതൽ വേണം ഏപ്രിലിൽ. അത് എല്ലാ വർഷങ്ങളിലും അങ്ങനെയാണ്. അപ്പൊ ഈ കാണുന്ന മാർക്കിന്റെ എല്ലാം കൂടെ നിങ്ങൾ മേ ബി 5 അല്ലെങ്കിൽ 8 or 9 മാർക്സ് ആഡ് ചെയ്താലാണ് പ്രോബബ്ലി നമുക്ക് ഏപ്രിൽ എന്ത് കിട്ടുള്ളൂ 99%ലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതും ഈ ഓർഡറിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ വരിക. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് എക്സാമും അതുപോലെ തന്നെ ഈ ഒരു എക്സാമാണ് ടഫായിട്ട് വന്നത്. ഇതേ ഓർഡറിലായിരിക്കില്ല ഏപ്രിലെ ഡിഫിക്കൽട്ടി ലെവൽ. ചിലപ്പോൾ ഫസ്റ്റ് എക്സാം ഈസി ആവാം, ഡിഫിക്കൽട്ട് ആവാം, മീഡിയം ആവാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇനി ഓരോ ഷിഫ്റ്റിലെയും 90 മുതൽ 99 വരെ പെർസെന്റേജിൽ എത്താൻ എത്ര മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ മനസ്സിലാകും. എസ്പെഷ്യലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 99% നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി 98ലേക്ക് എത്താൻ വേണ്ടിയിട്ട് 98% എത്താൻ ആദ്യത്തെ എക്സാമിൽ 135 ആണ് വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ 163 വേണ്ടി വന്നു, 154 വേണ്ടി വന്നു. അങ്ങനെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പറിൽ 127 ആണ് വേണ്ടി വന്നിട്ടുള്ളത്. ഏറ്റവും ഈസി പേപ്പറിൽ 177 വേണ്ടി വന്നു. അത് കഴിഞ്ഞ് 97%ലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടഫ് പേപ്പറിൽ 114 ആണ് വേണ്ടി വന്നത്, 162 വേണ്ടി വന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള പേപ്പറിൽ. 95% ഈ ഡാറ്റ മുഴുവൻ നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം.
95% എത്താൻ വേണ്ടിയിട്ട് ഓരോ ഷിഫ്റ്റിലും എത്ര മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത് നമുക്കത് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാകും. അതുപോലെ 93% എത്താൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണ്ടി വന്നു. ആൻഡ് ഫൈനലി 90% ക്രോസ് ചെയ്യാനിതാ ഓരോ ഷിഫ്റ്റിലും 74, 98 വളരെ ബേസിക് ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ എക്സാം എഴുതിയ 12.5 ലക്ഷം കുട്ടികളിൽ നിങ്ങൾ ടോപ്പ് 10% എത്തുമെന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? അതായത് ഉദാഹരണത്തിന് 28 രാവിലെ നടന്ന പരീക്ഷയിൽ 300-ൽ 72 ഉണ്ടെങ്കിൽ, 300-ൽ വെറും 72 ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ഷിഫ്റ്റിൽ നിങ്ങൾ ടോപ്പ് 10% എത്തി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ആ ഷിഫ്റ്റിൽ ചിലപ്പോൾ ഒരു 1.2 ലാക്ക് കുട്ടികൾ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഷിഫ്റ്റിലെ 12,000-ന്റെ ഉള്ളിൽ എത്തി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അവർ കോമ്പറ്റേറ്റീവ് എക്സാമിൽ എപ്പോഴും എന്തല്ല, അബ്സല്യൂട്ട്ലി എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളതല്ല മാറ്റർ ചെയ്യുക, ആ എക്സാം എഴുതിയ കുട്ടികളിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി മാറ്റർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി 90 മുതൽ 99.9 വരെ, അതായത് ഇപ്പം 99 എത്തിയ ആളുകൾക്ക് അടുത്ത എക്സാമിൽ ഒന്നും കൂടെ മേലേക്ക് കയറണം. 99.9 ടോപ്പ് ഓഫ് ദ ജെയിൽ എത്തണം, പീക്ക് ഓഫ് ദ ജെയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇതാ 99 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 99.1, 99.3, 0.5, 0.7 ആൻഡ് 99.9 അതിന് വേണ്ട ഓരോ ഷിഫ്റ്റിലെയും മാർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ 224 മാർക്കാണ് ഫസ്റ്റ് എക്സാമിൽ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ 243, പിന്നെ 236, 253. അതുപോലെ നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള പരീക്ഷയിൽ 99.9% ക്രോസ് ചെയ്യാൻ 260 മാർക്കാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഏറ്റവും ടഫ് ആയിട്ടുള്ള പേപ്പറിൽ വെറും 214 മാർക്ക് കൊണ്ട് തന്നെ എന്ത് കിട്ടി, 99.9% അച്ചീവ് ചെയ്തിട്ടുണ്ട്. ബാക്കി സിമിലർലി ഓരോരോ ഡിഫറെന്റ് കാറ്റഗറിയിലും 99.5 ആണെങ്കിൽ ഈ റെസ്പെക്റ്റീവ് മാർക്കുകളാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇത് പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓരോ സബ്ജക്റ്റിലും റെസ്പെക്റ്റീവ് പെർസെൻറ്റേജ്. ഇത് ഓവറോൾ അല്ല, ആ സബ്ജക്റ്റിലെ പെർസെൻറ്റേജാണ്, ഫിസിക്സിലെ പെർസെൻറ്റേജാണ്. അത് സ്കോർ ചെയ്യാൻ നിങ്ങൾ ഫിസിക്സിൽ ഔട്ട് ഓഫ് 100 എത്ര മാർക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 99 ആണെന്നുണ്ടെങ്കിൽ 65 മാർക്കാണ് ഫസ്റ്റത്തെ എക്സാമിൽ ഫിസിക്സിൽ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നത്തെ 84 വേണ്ടി വന്നു 99% ഇൻ ഫിസിക്സ് കിട്ടാൻ. അത് ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള പേപ്പറുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ 24S2 85 വേണ്ടി വന്നു. 64 മാർക്കാണ് 28S1 വേണ്ടി വന്നിട്ടുള്ളത്. അണ്ടർസ്റ്റുഡ്. ബാക്കി ഇവിടെയൊക്കെ 74, 79, 75 ആണ്, എക്സെട്ര ആണ്. അതുപോലെ ഇനി താഴേക്ക് വരികയാണെങ്കിൽ ഒരു 97% എത്താൻ ഫിസിക്സിലെ 97% എത്താൻ നിങ്ങൾ അവിടെ 51 സ്കോർ ചെയ്യണം. ഇവിടെ രണ്ടാമത്തെ എക്സാമിലാണെങ്കിൽ നിങ്ങൾ 72 സ്കോർ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ 49 സ്കോർ ചെയ്തിട്ടുണ്ടാവണം ഏറ്റവും ടഫ് എക്സാമിൽ, 73 സ്കോർ ചെയ്തിട്ടുണ്ടാകണം ഓവറോൾ ഈസി എന്ന് പറയുന്ന എക്സാമിൽ. പക്ഷേ അതിനേക്കാൾ ഹയർ ഫിസിക്സ് കട്ട് ഓഫ് വന്നിട്ടുണ്ട് 23S2. ഇതിന്റെ മീനിങ് എന്താണ്? 23S2 ആണ് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈസിയർ ആയിട്ടുള്ള പേപ്പർ വന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് 23-ാം തീയതിയിലെ രണ്ടാമത്തെ പേപ്പറാണ്. അതുപോലെ തന്നെ ഏറ്റവും ടഫ് പേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ഫസ്റ്റ് എക്സാമും പിന്നെ അതുപോലെ 28S1 ഒക്കെ എന്താണ് സിമിലർ ഡിഫിക്കൽട്ടി ലെവൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, യൂഷ്വലി കെമിസ്ട്രിക്കാണ് മാർക്ക് കൂടുതൽ വരാറുള്ളത്. പക്ഷെ ഇത്തവണ നിങ്ങൾ ഡാറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഫിസിക്സിനേക്കാൾ 99% ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ട മാർക്കുകൾ കെമിസ്ട്രിയിൽ കുറച്ചുകൂടെ കുറവാണ്. 70 മതി, അതുപോലെ 75 മതി. ഇനി ഈസിയസ്റ്റ് പേപ്പർ എടുത്ത് നോക്കിയാൽ അവിടെ 76 ആണ് വേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ 28S1 62 മതി. ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് 8ന്റെ മുകളിലൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തവണത്തെ JEE മെയിൻ സെഷൻ 1 നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കെമിസ്ട്രിയേക്കാൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആക്ച്വലി ഫിസിക്സിലാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം. മേ ബി കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ട്രിക്കി ആയതുകൊണ്ടാണോ എന്നറിയില്ല. അതുപോലെ വെയിറ്റേജിൽ ഇത്തവണ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയെല്ലാം ആ റീസൺസ് എല്ലാം കൊണ്ടായിരിക്കാം ഇത്തവണ എല്ലാ വർഷത്തെയും പോലെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കെമിസ്ട്രിയിൽ മാർക്ക് ഫിസിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്കോറിംഗ് കുറഞ്ഞിട്ടുണ്ട്. അത് 90% നോക്കിയാൽ മനസ്സിലാക്കും. ഇവിടെ 38 ആണ്, ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ 31 ഉണ്ട്, 50 ഉണ്ട്, അതുപോലെ 58 ഉണ്ട്, 50 അബവ് തന്നെ ഉണ്ട്. 90% കിട്ടാൻ 58 ഒക്കെ വേണ്ടി വന്നിട്ടുള്ള ഷിഫ്റ്റുകൾ ആക്ച്വലി ഉണ്ട്. ഇത് വളരെ എളുപ്പമുള്ള പേപ്പറാണ് അതിൻ്റെ അർത്ഥം. കെമിസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടി വന്നിട്ടുള്ളത് 24S2 തന്നെയാണ് 90% ക്രോസ് ചെയ്യാൻ. ഏറ്റവും കുറവ് മാർക്കിൽ 90% ഇൻ കെമിസ്ട്രി കിട്ടിയിട്ടുള്ളത് 62 തന്നെയാണ്. അപ്പോൾ 28S1 അത്യാവശ്യം നല്ല കെമിസ്ട്രി ആയിരുന്നു. ഈവൻ 38 മാർക്ക് കിട്ടിയ ആൾക്ക് 90% സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ മാത്തമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ എല്ലാ വർഷത്തെ പോലെ ലെങ്തിയാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾക്ക് 99% കിട്ടാൻ, എന്ന് വെച്ചാൽ എക്സാം എഴുതിയ മൊത്തം കുട്ടികളിൽ നിങ്ങൾ ടോപ്പ് 1% എന്ന് പറയുന്ന ആ റാങ്കിൽ എത്താൻ ഇൻ മാത്തമാറ്റിക്സ് എത്താൻ നിങ്ങൾക്ക് വെറും 40 മാർക്ക് മതി, 46 മാർക്ക് മതി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 39 മതി. ഓക്കെ, പോയി അതായത് മാത്സിൽ നിങ്ങൾക്കൊരു 97% കിട്ടാൻ നിങ്ങൾക്ക് വേണ്ട മാർക്കുകൾ ഇവിടെ 27 മതി. ഈ എക്സാം ആക്ച്വലി കുറച്ച് എളുപ്പമായത് 65 വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താണ് 61 വന്നിട്ടുണ്ട്. ഇങ്ങനെ താഴേക്ക് ആക്ച്വലി പോകുന്നുണ്ട്. ഓക്കെ, 90% കിട്ടാൻ വെറും 14, 19, 22 തുടങ്ങിയ മാർക്കുകളാണ്. ആക്ച്വലി നമുക്ക് അത്രയും ചെറിയ മാർക്കുകൾ മതി. ഓക്കെ, എനിക്ക് ഒരു റോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സിംഗിൾ റോയിൽ ചെറിയൊരു ആക്ച്വലി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്നാലും അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ഡാറ്റ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 39 മുതൽ അങ്ങോട്ട് താഴേക്ക് വരികയാണ്. ഫ്യൂ സെൽസ്
ഡാറ്റ എൻ്റർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആണെന്നും 44ന്റെ താഴേക്കാണ് ആക്ച്വലി വരേണ്ടിയിരുന്നത്. ഓക്കെ, എനിവേ ഈ ഒരു ട്രെൻഡ് ഓവറോൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ ടേബിൾസ് സഹായിക്കും. അതുപോലെ തന്നെ അടുത്ത ഏപ്രിലേക്ക് നിങ്ങൾ എയിം ചെയ്യുമ്പോഴും നിങ്ങളുടെ എയിം ഇതാ ഈ കാണുന്ന സ്കോറിൽ ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ 170 ആവാം, 150 ആവാം. ആ 150ലേക്ക് എത്താൻ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾസിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. ഈ ഒരു സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ 12th ഫെയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ അതിൽ ആ ഒരു ക്യാരക്ടറിന്റെ ജേണിയും അയാളുടെ സക്സസ് ഒക്കെ നമ്മൾ സിനിമയിൽ കണ്ട് ആസ്വദിച്ച് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും സിമിലർലി എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. റിപ്പീറ്റേഴ്സിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മിനിമം 10 hours പെർ ഡേ. ഇനി അങ്ങോട്ട് എക്സാമുകൾ തീരുന്നവരെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എഫേർട്ട് ഇടണം. അതുപോലെ തന്നെ +2 പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ആ സമയം അതിന് മാറ്റി വെക്കുക. ബാക്കി സമയം മുഴുവൻ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. 12th കൂടെ തന്നെയാണ് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും IITസിലേക്ക് എസ്പെഷ്യലി എത്തുന്നത്. അതുപോലെ തന്നെ NITസിലേക്കും സീറ്റുകൾ സെക്യൂർ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ ഗിവ് അപ്പ് ചെയ്തിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ മാർക്കുകളെ ബാധിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പൊ നിങ്ങളുടെ ഓവറോൾ പ്രിപ്പറേഷൻ അടുത്ത 3 മാസത്തേക്ക് ഫുൾ ഓൺ സ്പീഡിൽ പോകേണ്ട സമയമായിട്ടുണ്ട്. ഗിവ് അപ്പ് ചെയ്യേണ്ട ടൈമല്ല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അടുത്ത എക്സാമിന് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻസും സജഷൻസും അതുപോലെ ഡൗട്ടുകളൊക്കെ കമന്റിൽ എല്ലാവരും ചോദിക്കുക. JEE എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക.